ഗായ്സ് ഇന്ന് ഞങ്ങൾ കാനോലി സ്പോട്ടിക്ക് പോവാണ്. അതെ, ഭയങ്കര അടിപൊളി സ്പോട്ടാണ് ഗൈസ്. നമുക്ക് പിന്നെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. നിലമ്പൂരത്തെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നാണ് കനോലി പ്ലോട്ട്. നമുക്ക് പോയി നോക്കാം. ശരി. കനോലി എന്ന് പറയുന്നത് നിലമ്പൂരുകാരായിട്ടുള്ള എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടി പോയിരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതാ നമ്മളവിടെ എത്താനായിട്ടുണ്ട്. ഞങ്ങളിത് അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ഇതാ നമ്മളതിൻ്റെ ഗേറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കനോലിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ എൻട്രൻസിൽ ഇതാ കുറേ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇത് ഈ ഗേറ്റ് കഴിഞ്ഞ് നേരെ ചെല്ലണത് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 40 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് 2 പേർക്കും കൂടെ 80 രൂപ. പിന്നെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 രൂപ വാങ്ങും. ഞങ്ങൾ ഇവിടെ എത്തി ടിക്കറ്റ് ഒക്കെ എടുത്ത്. കണ്ടില്ലേ ഗൈസ്, ചുറ്റും മരങ്ങളാണ്. ഒരു കാട്ടിലൂടെ നടക്കണ ഒരു പ്രതീതി കേട്ടോ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ കുറേ ആൾക്കാർ അവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും കേട്ടോ ഇഷ്ടം പോലെ. കുറേ സാധനങ്ങൾ, കുറേ സ്ഥലം കാണാനുണ്ടായിരുന്നില്ലേ തൂക്കുപാലുള്ള സമയത്ത്. പണ്ട് ഇവിടെ തൂക്കുപാലം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മറ്റേ പ്രളയം വന്നല്ലോ, പ്രളയത്തിൽ ഒലിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ ഇവിടെ തൂക്കുപാലമല്ല, നമുക്ക് വെറുതെ ഒരു മനസ്സിനൊരു കുളിർമ വയ്ക്കുന്ന പ്രകൃതിയിലൂടെ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് നടക്കാം. ഇതൊക്കെ എന്താ? നമ്മളിവിടെ കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു. അതിലൊരു ബിൽഡിങ്ങിൻ്റെ പേര് വെനീർ മിൽസ് എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെണ്ണീർ ഉണ്ടാക്കണം ഇല്ലായിരിക്കുന്നു. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് പിന്നെ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിളിലെ ചേച്ചി പറഞ്ഞു അത് ഈ വുഡൊക്കെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുള്ള അങ്ങനെ എന്തോ സെറ്റപ്പാണ് അത്രേ. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതെന്താണെന്നറിയാൻ ഞങ്ങൾക്കും അറിയാത്തതുകൊണ്ട് നമ്മളവിടെ പറയുന്നില്ല. പിന്നെ ഞങ്ങളിതാ ഈ ഹാളിലേക്കൊക്കെ കയറി. ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വലിപ്പമുണ്ട്. പണ്ടത്തെ ഫാക്ടറികളൊക്കെ ആയിരിക്കും. പണ്ട് ഇതൊന്നും തുറന്നു തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് തൂക്കുപാലമായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രളയത്തിൽ അത് മൊത്തമായിട്ട് നശിച്ചുപോയി. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ തുറന്നു വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാ തോന്നുന്നു. പേടിയാണൊന്നുമില്ലല്ലേ? ഒരു ഇരുട്ട്. ഇതൊക്കെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സാധനമാണ്. ഇതെന്താണ് ശരിക്കും? ഫാക്ടറി. എന്ത് ഫാക്ടറി? ഇത് എന്താ കനോലി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള തേക്കും തോട്ടാണ്. അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിന് എപ്പോഴും കനോലീസ് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നും ഇത് മിക്കവാറും ആ തേക്കുകളൊക്കെ മുറിച്ചെങ്ങാണ്ട് മില്ല് പോലത്തെ വല്ല സെറ്റപ്പൊക്കെ ആയിരിക്കും. ഇതൊക്കെയാണോ ജനല്? ഇതാണ് ജനല്. ഇതൊക്കെ എങ്ങനെ തുറക്കല്? ഇതിൻ്റെ ഉള്ളിൽ അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഞങ്ങൾ വർത്താനം പറയുമ്പോൾ എക്കോ അടിക്കാം. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്താണേ, പക്ഷെ പാലുണ്ട് എന്നാന്നു ഒന്നും കൂടി വരാനൊരു പ്രളയത്തിലല്ലേ ഒലിച്ചു പോയത്? 2018 മറ്റേ കവളപ്പാറയൊക്കെ ഉരുള് പൊട്ടിയില്ലേ ആ പ്രളയത്തിന്. 19 ഇവിടെ കുരങ്ങുകളൊക്കെ ഉണ്ടാവുന്നു. ഞങ്ങൾ ഇന്നാൾ വന്നപ്പോൾ മറ്റേ കുരങ്ങല്ലേ, കരിങ്കുരങ്ങ്, അങ്ങനത്തെ ഒരു അതുപോലത്തെ ഒരു കുരങ്ങനെ ചിലപ്പോൾ കാണാൻ പറ്റും. ഇവിടുത്തെ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ, പ്രത്യേക ഷേപ്പില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ടൗണിൻ്റെ നടുക്കാണിത്. ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള നിലമ്പൂര് ഏറ്റവും രസമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ കനോലിനെ അല്ലേ? ആരും ഒന്ന് വന്ന ഒന്ന് നിർത്തും. അതെ, ഒന്ന് ഇരിക്കാനൊക്കെ നല്ലൊരു സമാധാനം കിട്ടുന്ന. എത്ര ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നപ്പോൾ മറക്കും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് നേച്ചർ. അതെ അതെ. ഞങ്ങൾ ഹെൽമെറ്റൊക്കെ കൈ പിടിച്ചിട്ടാണ് വരുന്നത്. കുരങ്ങെടുത്തോണ്ടോ എന്ന് ഇവർ പറഞ്ഞു. എടുത്തോണ്ട് പോയാലോ, ഹെൽമെറ്റ് വാങ്ങാൻ പൈസയില്ല. ഇതൊക്കെ എന്താണോ അല്ലേ? ആണോ? എവിടെ? ആ
ഒക്കെ പോയി. നമുക്ക് ചാലിയാർപ്പുഴയും കുതിരപ്പുഴയാന്ന് തോന്നുന്നു, ഏതോ 2 പുഴകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. ഫുള്ള് ഇത് ഇവിടുത്തെ ഓർണമെൻ്റൽ ഗാർഡൻ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താണെന്നൊന്നും ഞങ്ങൾക്കും അറിയില്ല. ബിൽഡിംഗ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ബിൽഡിങ്ങൊക്കെ അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ, വലിയ വലിയ മരങ്ങളൊക്കെ മുളച്ചിട്ട് ഇതുവരെ ബിൽഡിങ്ങിനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം ഉണ്ടാക്കിയ വീടുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു മരമാകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കില്ലേ, വിള്ളലൊക്കെ വീഴില്ലേ. ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ. ഇവിടേക്ക് എല്ലാരും കപ്പിൾസ് ആയിട്ടാ വരുന്നത്. ഞങ്ങൾക്ക് കപ്പിളില്ലാത്തോണ്ട് ആൾക്കാർ കരുതുന്നാവോ അല്ലട്ടോ. ഓളെ കല്യാണം കഴിഞ്ഞതാണ്, ഓളാള് വരാത്തോണ്ട് ഞാൻ പോയോളൂ. സങ്കടമൊന്നുമില്ല. അതെ, ഇങ്ങനെ പോണതാ നല്ലത്. ഒരു സമാധാനം. ഫ്രീഡം ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ വായി നോക്കി നടക്കാനൊക്കെ രസമല്ലേ. ഞാനല്ല കേട്ടോ ഓള്. പിന്നെ അങ്ങനെ അന്യ പുരുഷന്മാരുടെ മുഖത്ത് ഞാൻ നോക്കാറില്ല. ഞാൻ പിന്നെ ഒന്നും പറയില്ല. അതെ, എവിടെ നോക്കിയാലും കപ്പിൾസ് ആണ്. സങ്കടമൊന്നുമില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇല്ലല്ലോ. പോലെ എൻജോയ് ചെയ്യട്ടെ. അതെ, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ എൻജോയ് ചെയ്യും. ഞങ്ങൾ കണ്ടില്ലേ, ഹെൽമെറ്റ് വരെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത്ര ഉത്തരവാദിത്തമുള്ള കുട്ടികളാണ് ഞങ്ങൾ കണ്ടോ. ഇവിടെയും കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോഴും വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാരൊക്കെ ഇവിടെ മെയിൻ്റനൻസിൻ്റെ പണിയിലാണ്. അപ്പോൾ ഗൈസ്, നമ്മളിനി കാണാൻ പോണത് ചാലിയാർപ്പുഴയും പിന്നെ അതുപോലെ തന്നെ കുതിരപ്പുഴയും. ഇവിടെ നിലമ്പൂർ കൂടെ ഒഴുകണ 2 പുഴകളാണ് കേട്ടോ. അപ്പോൾ ഈ 2 പുഴകളും കൂടി ചേരണത് ഈ കനോലിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അത് കാണാൻ പോവാം. പണ്ട് പാലുണ്ടായിരുന്നപ്പോൾ ഈ വഴി പോയിട്ട് തൂക്കുപാലം കയറി നമ്മൾ അപ്പുറത്തെ കരയിലെത്തുമായിരുന്നു കേട്ടോ. അവിടെയാണ് ഇവിടെ തന്നെ ഏറ്റവും വലിയ തേക്കൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ പാലം പൊളിഞ്ഞത് കാരണം നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാനേ പറ്റുള്ളൂ. ഇടയ്ക്ക് ഇവിടെ ജങ്കാർ സർവീസ് അവൈലബിൾ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമൊക്കെ നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ കരയിലേക്ക് പോകാനുള്ള സൗകര്യം ഇവർ ഉണ്ടാക്കി തരും. ഈ കാണുന്നതാണ് കേട്ടോ ചാലിയാർപ്പുഴ. കേരളത്തിലെ തന്നെ ഏക സ്വർണ്ണ നിക്ഷേപമുള്ള പുഴയാണ് ചാലിയാർ എന്നൊക്കെ PSC ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ പണ്ടൊക്കെ ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ അവിടെ പുഴയുടെ തീരത്തിരുന്നെങ്ങാണ്ട് ആൾക്കാർ സ്വർണ്ണം അരിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ കുറേ നേരം പുഴയ്ക്ക് നോക്കി കാറ്റും കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, കുറേ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറച്ച് കുറഞ്ഞ പോലൊരു ഫീലിങ്. അപ്പം ഞങ്ങൾ ഇനി അടുത്ത വ്യൂ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് കേട്ടോ. നടക്കാനൊന്നും വയ്യ പ്രായേ, പക്ഷെ ഒരു ട്രക്കിങ്ങിന് വന്ന പോലത്തെ എക്സ്പീരിയൻസ് കിട്ടും നമുക്ക്. ഇതെന്താ കമ്പിയോ? ഞാൻ ആദ്യം വള്ളി തൂങ്ങിക്കിടക്കാന്ന് വെച്ചത്. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു കോഫി കുടിക്കാമെന്ന്. അപ്പം ഞങ്ങളിവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ. ഇന്ദ്രജാല വിദഗ്ധൻ പ്രൊഫസർ വാഴക്കുന്നം നമ്പൂതിരിപ്പാടിൻ്റെ പ്രതിമയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് 2 ബൂസ്റ്റാണ് കേട്ടോ. ഇത്ര ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നടന്ന് കുഴങ്ങി. അപ്പം ഇനി കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. ഗൈസ്, ബൂസ്റ്റിന് പെരും ചൂടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ആദ്യം ഒരു ഗ്ലാസ് തന്നു. അത് എനിക്ക് പിടിക്കാൻ വയ്യാത്ത കാരണം പിന്നെയും ഗ്ലാസ് മാറ്റി വാങ്ങിച്ചു കേട്ടോ. ബൂസ്റ്റ് കുടിക്കാം, നാക്കിപ്പോൾ കൊള്ളും. പൈസ കൊടുത്തു. ഗൈസ്, നമ്മൾ ഇവിടുന്ന് പോവാണ്. അവിടെ കുറച്ചും കൂടി കാണാനല്ലേ. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അവിടെ പോയി നോക്കണം. നേരെ പോയിട്ട് എന്തായാലും ഞങ്ങള് 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. അത്ര കൂടുതലൊന്നുമല്ല.
ഇപ്പം നമ്മൾ വേറെ ഏത് പാർക്ക് പോവാണെന്നുണ്ടെങ്കിൽ അതിലേറെ കൊടുക്കണ്ടേ. ആ പിന്നെ ഇരിക്കാനും ഇവിടുന്ന് ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ രണ്ടാളും ഇവർക്കൊക്കെ ശല്യാണ്. ഞങ്ങളെ കണ്ടിട്ട് വേഗം പോവുകയാണ്. അതും വീഡിയോയും കൂടി എടുക്കല്ലേ, അപ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഇവിടാണെങ്കിൽ കപ്പിൾസ് ഞാനല്ലേ വീഡിയോ എടുത്തില്ല, കപ്പിൾസ് ഉള്ളിടത്തുണ്ട് വീഡിയോ മെയിനായിട്ട് എടുക്കുന്നത്. മനസുഖം, നമുക്കൊരു മനസുഖം ഉണ്ടാവുമല്ലോ. എടാ ഇത് നേരെ പോയ ആ റോട്ടിക്കല്ലേ ആണോന്നുണ്ട്, നമുക്ക് ഇതിലെ പോവാം. ഇതിൽ പോവാ, അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. പുറത്തു കൂടെ പോവാല്ലോ, ഒരു സ്ഥലം ഉണ്ടല്ലോ. ആണോ? അതിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങളൊന്ന് പോയി നോക്കാണ്. ഇത് കൂടെ ആൾക്കാർ പോവലുണ്ടോ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇത് കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പോവാനാണ് കൂടുതൽ താല്പര്യം. പേടി ഉണ്ടാവും, എന്നാലും പോയി നോക്കും വേണല്ലേ. മുതലയോ അവിടെ നിന്നപ്പോഴേ അവിടെ ഒരു അടുപ്പ് കൂട്ടിയ പോലത്തെ ഒരു സ്ഥലം, എന്താണെന്നൊന്നും ഞങ്ങൾക്കും അറിയില്ല. വെറുതെ പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ അവിടെ അടുത്ത് വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസ് മൊത്തത്തിൽ കാണുമ്പോൾ മറ്റേ അപ്പോക്കാലിപ്സി ഒക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞ് പോയ ഏതോ ഒരു സ്ഥലം പോലെയൊക്കെ ഉണ്ട്. ഈ ഉപേക്ഷിച്ച് പോയ ആൾക്കാർ അതുപോലെ ഉണ്ട്. ഓൾ ഞാൻ വെല്ലുവിളിച്ചു ഗൈസ്, എനിക്ക് അവിടം വരെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം, എനിക്ക് പേടിയില്ല എന്ന്. പക്ഷേ ഓള് ബേക്കിൽ എന്തായാലും വരുമല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായിരുന്നു എൻ്റെ ധൈര്യം. ദൈവമേ ഓള് ഒറ്റയ്ക്ക് പോകണം. എടി ഇവിടെ നിന്ന് കൊഴിഞ്ഞാടുവോ? ഇതെന്താ എനിക്ക് പോണ്ടപ്പോ ഒരു ബാബു. ആ എന്നാ ചോദിക്കോ. ഓൾ ഇന്റെ ധൈര്യത്തിൽ പോവുക, ഞാൻ ബേക്കിൽ വരുന്നുണ്ടല്ലോ, എനിക്ക് മനസ്സിലാവില്ല എന്നോളെ പൂതി. ഞങ്ങളവിടെ അടുത്തെത്തിയിട്ടില്ല, പക്ഷെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. വെല്ലുവിളിച്ചുകൊണ്ട് ധൈര്യം പരീക്ഷിക്കാൻ വേണ്ടി വെറുതെ പോയിന്നേ ഉള്ളൂ. ഗൈസ് ഒരു പൊളിഞ്ഞ വീട് കണ്ടപ്പോഴേ നമുക്കൊരു ക്യൂരിയോസിറ്റി വന്ന് വെറുതെ പാളി വെക്കാനൊരു പൂതി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചടുത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് പേടിയായി, അതുകൊണ്ട് പിന്നെ ഞങ്ങളധികം വല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. ഇവിടെ ഇങ്ങനത്തെ കുറേ അബാൻഡൻഡ് ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട് ഗൈസ്, കണ്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോകാനാണ് ഇഷ്ടം. പേടി ഉണ്ടാവും, പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പോയി നോക്കണമെന്ന് ഒരു ക്യൂരിയോസിറ്റി. ഞങ്ങൾ രണ്ടാളുണ്ടാവും കേട്ടോ, ഒറ്റയ്ക്കാവുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യം. ഒറ്റയ്ക്കാവുമ്പോ പോവൂല, നമുക്ക് ധൈര്യം ഉണ്ടാവും, എനിക്ക് ധൈര്യമില്ല. ശിവളുണ്ടാവുമ്പോ ഞാന് ഓളുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തില് പോവുക. ദൈവമേ ഇവിടെ പുതിയൊക്കെ ഇറങ്ങലുണ്ടോ? പട്ടിയാവും, പട്ടിയാണ്, പട്ടീൻ്റെ കാൽപ്പാടുകളുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ പോകുന്നുണ്ട് മഴ ചെയ്തിട്ടേ. ഇതുമ്മന്നൊരു ഓറഞ്ച് പോവുകയാണ് നടക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളിത് കണ്ടു വന്നപ്പോഴേക്കും അതിൻ്റെ എൻട്രൻസ് ഗേറ്റ് പൂട്ടി കേട്ടോ. അപ്പം നമ്മളിനി എക്സിറ്റ് വഴി വേണം പുറത്തോട്ട് ഇറങ്ങാൻ. അപ്പം നമ്മളിനി അങ്ങോട്ട് നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി, അവിടുത്തെ ഗേറ്റ് പൂട്ടിയോണ്ട് ഞങ്ങൾ ഈ വഴി കൂടെ ചുറ്റിക്കറങ്ങി പോകണം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം എന്നായിരുന്നു ഞങ്ങൾ മൈൻഡിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു കോൾ വന്നത് കേട്ടോ, ഒരു സർപ്രൈസ് ബർത്ത്ഡേ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ സെറ്റാക്കാം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ റോഡിലൊക്കെ നിറയെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നുന്നുണ്ട്. പൈനാപ്പിളും നാരങ്ങയും വാങ്ങിയിട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ്. അപ്പം നമ്മളോട് അവൻ വാങ്ങാൻ പറഞ്ഞത് ഒരു സിൽവറിൻ്റെ റിങ്ങാണ് കേട്ടോ. അപ്പം നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടയിൽ കയറിയതാണ്. അപ്പോൾ അത് നമുക്ക് കുറേ മോഡൽ കാട്ടി തന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് മൂക്ക് കുത്തിയാലോ എന്നൊരു മൈൻഡ് വന്നത്. അപ്പം ഞാനും ചിന്നും ഞങ്ങൾ രണ്ടുപേരും മൂക്ക് കുത്തി കേട്ടോ. അപ്പോൾ ചിന്നും മൂക്കുത്തി അഴിച്ചിട്ട് ഒരു കൊല്ലത്തെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്ക് അവിടെ ചെറിയ രീതിക്കൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ആൾ കുറേ കുത്തി കയറ്റാൻ നോക്കി, പക്ഷേ വേദന സഹിക്കാൻ പറ്റാത്ത കാരണം പിന്നെ നമ്മൾ ഗണ്ണടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. കേറിയോ?
ഇല്ല നമുക്ക് ആയിക്കൂടെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആക്കിയത്. വാ ഈ വീട് കേട്ടോ എനക്ക് താത്തിയ ആ കേട്ടോ. എങ്ങനെയുണ്ട് ചിന്നു? അധികം വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ മൂക്കൊക്കെ കുത്തി റിങ്ങൊക്കെ വാങ്ങിയത് ആ പുറത്തോട്ട് പോവാണ്. അപ്പോഴേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മൂക്ക് കുത്തിയത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടോ അപ്പം ഞങ്ങളവിടെ എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചായ കുടിച്ചിട്ട് പോവാന്ന്. അപ്പോൾ അതാ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ അവളുടെ വീട്ടിലേക്ക് എത്താനായിട്ടോ. അപ്പോഴേക്കിതാ നേരൊക്കെ ഇരുട്ടായി തുടങ്ങിയെന്നു കേട്ടോ. അപ്പോൾ ഗൈസ് വണ്ടി കണ്ടിട്ട് ആൾക്ക് ഡൗട്ട് അടിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് ദൂരെയായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നടക്കുക ചെയ്തത്. പക്ഷേ കുട്ടിക്ക് തീരെ സർപ്രൈസ് ഉണ്ടായിരുന്നില്ല. ആളൊട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിയോ എന്താണ് മുട്ടായി തന്നില്ല എനിക്ക് മുട്ടായി തന്നില്ല. ആരെ ഗീത്തോ എന്ത് പറഞ്ഞപ്പോ എനിക്ക് ഗീത്തോന് മുട്ടായി കൊടുത്തിട്ടില്ലേ? കൊടുത്തില്ല. ആ ചെറിയ മുട്ടായി അല്ലേ, അവിടെ വലിയ മുട്ടായി കേട്ടോ. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. സർപ്രൈസ് ആയിട്ടില്ലെങ്കിലും നമ്മൾക്ക് സന്തോഷമായി. ഒന്ന് ഗീത്തോന് കൊടുത്തോ. ഇത് ചോദിച്ചു മോതിരമാറ്റം കഴിഞ്ഞു. നോട്ടെ മറ്റേ പേരിൽ മട്ടോക്കിയ അതെയോ?